45 വർഷം ഉള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഡബ് ചെയ്ത് ടോപ്പ് ഡയറക്ടേഴ്സിന്റെ കൂടെ എല്ലാം ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞു. ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു സഹായവും. പ്രത്യേകിച്ച് ഒരു സംഘടന ഡബിങ് ആർട്ടിസ്റ്റുകളെ മൈൻഡ് ചെയ്യാറില്ല. ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു അവശകലാകാരനാണ്. അങ്ങനെയാണല്ലോ ഗാന്ധി ഭവനിൽ എത്തുന്നത്. ഇപ്പൊ സോമനാഥ് സാറിന്റെ സഹായം ഇല്ലായിരുന്നുവെങ്കിൽ അതുമില്ല, ആലോചിക്കണം. ഗായകൻ ജി വേണുഗോപാൽ, പുള്ളി കാര്യമായിട്ട് സഹായിച്ചു. അമ്മയിൽ നിന്ന് കിട്ടിയ കഴിവാണ് ആ പടം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഡബിങ് കാണാൻ പോകുന്നു അമ്മയുടെ കൂടെ മെർലാൻഡ് സ്റ്റുഡിയോയിൽ. മോഹൻലാലിൻ്റെ കൂടെ ശങ്കർ അഭിനയിച്ച സീൻസ് ആണെങ്കിൽ മോഹൻലാൽ ഉണ്ടാവും. ഭദ്രനാണ്, പുള്ളിക്ക് ഭയങ്കര പെർഫെക്ഷനാണ്. ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി ഒറ്റ സീൻ ഡബ് ചെയ്യുന്നത്. ഇത് ചന്ദ്രമോഹനാണ്. ഒരു കാലത്ത് അയാളെ വേണമായിരുന്നു മലയാള സിനിമയ്ക്ക്. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുകയില്ല. ഇനി ഇത് നമുക്ക് കഴിച്ചാൽ ഈ നാട്ടിൻ പുറമൊക്കെ ചുറ്റി കാണുന്നുണ്ട്. നിനക്കെന്താ ഒരു ആഹ്ലാദം? ഉച്ചയ്ക്ക് ഡാഡിയും പിള്ളേങ്ങളും കൂടി കല്യാണക്കാരൻ പറഞ്ഞപ്പോഴേ നീ കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും രുചി അറിഞ്ഞ് ഞാൻ ഇത്തിരി ചോറുണ്ടത് പണ്ട് എന്റെ അമ്മ ജീവിച്ചിരുന്നപ്പോഴാണ്. റഹ്മാന്റെ ശബ്ദമായി, ശങ്കറിന്റെ ശബ്ദമായി, അങ്ങനെ മുൻനിര നായകന്മാരുടെ ശബ്ദമായി അയാൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് കഥ പറയാനല്ല, കഥ കേൾക്കാനാണ്. പറയുന്നത് ചന്ദ്രമോഹനാണ്. ഒരു കാലത്ത് മലയാള സിനിമയുടെ ശബ്ദമായിരുന്ന ചന്ദ്രമോഹൻ, അദ്ദേഹം ഇന്ന് പത്തനാപുരം ഗാന്ധി ഭവനിലാണ്. അദ്ദേഹത്തിന് പറയാൻ ചില പരിഭവങ്ങൾ കൂടിയുണ്ട്. ഏതാണ്ട് 40 വർഷക്കാലം മലയാള സിനിമാവേദിയിൽ ശബ്ദമായി നിറഞ്ഞു നിന്ന ചന്ദ്രമോഹനെ ഇന്ന് സിനിമാക്കാരും തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ചന്ദ്രമോഹൻ 45 വർഷമായിട്ട് ഡബിങ് ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ പത്തനാപുരം ഗാന്ധി ഭവനിലാണ്. കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് ഞാനിവിടെ തന്നെ ഉണ്ട്, പത്തനാപുരം ഗാന്ധി ഭവനിൽ. ഞാൻ പഠിച്ചത് തിരുവനന്തപുരത്ത് മോഡൽ സ്കൂളിലാണ്. എൻ്റെ 3 വർഷത്തെ സീനിയറായിരുന്നു ജഗതി ശ്രീകുമാർ. ഞങ്ങൾ ആ സമയത്ത് എൻ്റെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുവാനും സ്കൂൾ ഡ്രാമാസിലൊക്കെ. എൻ്റെ 3 വർഷത്തെ ജൂനിയറാണ് മോഹൻലാലും സനൽ, ആ ഗാങ്ങെല്ലാം, പ്രിയദർശൻ കാര്യം. എൻ്റെ സെയിം ഇതിലുള്ള ആണ് മണിയമ്പിള്ള രാജു. തിരുമ്പതി ഞങ്ങൾ ഒരു സ്കൂളിൻ്റെ സന്തതികളാണ്. ഡബിങ് മേഖല വന്നിട്ട് 45 വർഷമായി. തുടക്കം 1976 ആശീർവാദം എന്ന പടം, IV ശശി ഡയറക്റ്റ് ചെയ്ത പടം. അതിൽ കമലഹാസന് ഡബ് ചെയ്തിട്ടാണ് ഞാൻ രംഗത്ത് വരുന്നത് 1976. അന്നത്തെ ഡബിങ് ലൂപ്പ് സിസ്റ്റമാണ്, ഇന്നത്തെ പോലത്തെ കമ്പ്യൂട്ടറല്ല. ഒരു ലൂപ്പായിട്ട് കട്ട് ചെയ്ത് ഒരു സീനിനെ തന്നെ ഒരു 15-20 ബിറ്റ്സ് ഉണ്ടാവും. അത് വച്ച് ഡബ് ചെയ്യണം. ഒരു ഇതൊക്കെ ഓടി വരും, ഡബ് ചെയ്യണം. ഇന്നതല്ലല്ലോ. ഇന്ന് നമ്മൾ ഡബ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളെ പോലും അറിയുന്നില്ല, കാണുന്നില്ല. അന്ന് ഡബ് ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടാവും. ഇപ്പം മോഹൻലാലിൻ്റെ കൂടെ ശങ്കർ അഭിനയിച്ച സീൻസ് ആണെങ്കിൽ മോഹൻലാൽ ഉണ്ടാവും, മമ്മൂട്ടിയാണെങ്കിൽ മമ്മൂട്ടി ഉണ്ടാവും. ഞങ്ങൾ ഒരുമിച്ച് 7 ദിവസം എടുക്കും ഒരു പടം തീർക്കാനായിട്ട്. അത്രയും ഇതായിട്ടാണ് ചെയ്യുന്നത്. ഇന്നതല്ല, ഇന്ന് 10 മണിക്കൂറുള്ള ഒരു പടം തീർക്കാം അന്തസ്സായിട്ട്. ഞാൻ അങ്ങനെ ഡബിങ് എന്ന് ചാൻസ് ചോദിച്ചിട്ടില്ല ഇതുവരെ. അമ്മയുടെ ഇൻഫ്ലുവൻസ് വെച്ചാൽ അമ്മ ഡബിങ് മെർലാൻഡിൽ അമ്മയുടെ കൂടെ പോയി ഡബിങ് കാണും, ഇത്ര അല്ലാതെ ഡബ് ചെയ്യണം എന്നൊരു ഇൻട്രസ്റ്റ് വന്നിട്ടില്ല. ചെന്നൈയിൽ ജോലിയായിട്ട് പോയതാണ് ഞാൻ. വാര്യർ ഓഡിറ്റേഴ്സില്ലേ എറണാകുളത്തെ, അവിടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിട്ട് പോയി. അവിടെ വെച്ച് നമ്മുടെ എഡിറ്റർ ശങ്കുണ്ണിയേട്ടനെ പരിചയപ്പെടുന്നു. ശങ്കുണ്ണിയേട്ടനാണ് പറഞ്ഞു, ഒരു ദിവസം ശ്യാമള സ്റ്റുഡിയോയിലോട്ട് വാ, നമുക്കൊന്ന് വോയിസ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എൻ്റെ വോയിസിനെ കുറിച്ച്, അല്ലെ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് ശ്യാമള സ്റ്റുഡിയോയിൽ പോയിട്ട് കമലഹാസൻ്റെ ഒരു സീൻ ഇട്ടിട്ട് ഡബ് ചെയ്യാൻ പറഞ്ഞു. ഡബ് ചെയ്യാൻ എനിക്കറിയില്ല. അത് ഡയലോഗ് പറഞ്ഞത് ഏകദേശം 2000-ഓളം പടങ്ങൾ ഡബ് ചെയ്ത് കഴിഞ്ഞു. ആർട്ടിസ്റ്റുകൾ മറ്റു ലാംഗ്വേജിൽ തെലുങ്ക് ടു മലയാളം, തമിഴ് ടു മലയാളം, അങ്ങനെ എല്ലാ ലാംഗ്വേജും ചെയ്തിട്ടുണ്ട്. ശങ്കറിന് മാത്രം ഞാൻ 178 പടം ചെയ്തു. ഏറ്റവും കൂടുതൽ ചെയ്ത് ശങ്കറിനാണ്. അത് കഴിഞ്ഞിട്ട് റഹ്മാൻ, സുരേഷ് ഗോപിക്ക് ന്യൂഡൽഹി വരയ്ക്കുള്ള എല്ലാ പടങ്ങളും ഞാൻ ചെയ്തു. പിന്നെ രാജ്കുമാർ, രവീന്ദ്രൻ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ അന്ന് ചെയ്യാൻ സാധിച്ചു. മറക്കാൻ പറ്റാത്തത് ശങ്കറിൻ്റെ പടങ്ങളാണ് കൂടുതലും. പിന്നെ റഹ്മാൻ്റെ പടങ്ങളും എനിക്ക് വല്ലാണ്ട് തൃപ്തിയായിട്ടുള്ള പടങ്ങളാണ്. ആദ്യത്തെ പടം കമലഹാസന് വേണ്ടി ചെയ്തു എന്ന് മാത്രം. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ചെയ്യുന്നത് ഷാനവാസ് നസീസാറിൻ്റെ മോൻ, പ്രേമഗീതങ്ങൾ, പുള്ളിയുടെ ഫസ്റ്റ് പിക്ചർ. KP മോൻ്റെ ഫസ്റ്റ് പിക്ചറും ഞാൻ തന്നെ ചെയ്യുന്നു. കന്നാരം പൊത്തി. സത്യനന്ദിക്കാടിൻ്റെ
പടങ്ങളിലെ റഹ്മാൻ അഭിനയിച്ച എല്ലാ പടങ്ങളും ഞാനാണ് ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരൻ പറയുമായിരുന്നു നല്ല മോഡുലേഷൻ കേട്ടോ. താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ ഇതെന്താ, നിങ്ങളാരാ? എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന പടത്തിൽ ശങ്കറിനെ ഡബ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ നമ്മുടെ ഭദ്രനാണ്. പുള്ളിക്ക് ഭയങ്കര പെർഫെക്ഷനാണ്. ക്ലൈമാക്സ് സീൻ എന്ന് പറയുന്നത് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി ഒറ്റ സീൻ ഡബ് ചെയ്യുന്നത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളി. അങ്ങനെ ചെയ്യൂ, നമ്മൾ എന്ത് പറഞ്ഞാലും പുള്ളിക്ക് തൃപ്തി ആവണം. അതായത് ശങ്കർ കലാരഞ്ജിനിയാണ് ക്ലൈമാക്സിൽ ഒക്കെ കൂടെ ഒരു സീൻ ഡബ് ചെയ്ത് രാവിലെ 7 തൊട്ട് രാത്രി 9 മണി വരെ. എന്റെ മരണം നീ കാണണം. ആ ഓർമ്മകളുമായി ഈ ജീവിതം മുഴുവൻ നീ എന്ന സ്ത്രീ ജീവിച്ച് മരിക്കണം. പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ, അരുത്തലഞ്ചേട്ടനും റഹ്മാനായിട്ടുള്ള സീൻസൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഗായത്രി ദേവി എൻ്റെ അമ്മ, അതിലെ റഹ്മാൻ ഫുൾ കരച്ചിലാണ് ആ പടം. ത്രൂ ഔട്ട് അസലായിട്ട് ചെയ്തിരുന്നു. ഞാനും നന്നായിട്ട് ചെയ്തു കൊടുത്തു. അമ്മയും പ്രിയയും എനിക്കൊരു പുതിയ ജീവിതം കിട്ടിയതുപോലെ ആയിരുന്നു. ഡബിങ് ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൽ വോയിസ് ഒന്നും ഇനി അധികം ഉണ്ടാവില്ല. കാര്യം മിക്കവാറും അവരുടെ വോയിസ് അവരവർ ചെയ്യാണ്, ആർട്ടിസ്റ്റുകൾ ചെയ്യാണ്. ഈ ശ്രദ്ധിക്കേണ്ട കാര്യം മോഡുലേഷനാണ്, ഉച്ചാരണ ശുദ്ധി. മലയാള ഭാഷയായിട്ട് തന്നെ ഉച്ചരിക്കുന്നതാണ് ഒരു ഡബിങ് ആർട്ടിസ്റ്റിൻ്റെ പ്രത്യേകത. അമ്മ എന്ന താരസംഘടനയോ മറ്റ് ഏതെങ്കിലും സംഘടനകളോ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു പരാതി അദ്ദേഹത്തിനുണ്ട്. ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല, ഒരു സഹായവും. ഈ 45 വർഷം മലയാള സിനിമയിൽ ഇത്രയും പടങ്ങളും ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഡബ് ചെയ്തിട്ടും ഓരോ ഇതും ചെയ്തിട്ടില്ല അവർ. അമ്മ പ്രത്യേകിച്ച് ഒരു സംഘടന ഡബിങ് ആർട്ടിസ്റ്റുകളെ മൈൻഡ് ചെയ്യാറില്ല, ഡബിങ് ആർട്ടിസ്റ്റുകൾക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവശകലാകാരൻ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഡബിങ് ആർട്ടിസ്റ്റുകൾ അവശകലാകാരൻ ആയിക്കോട്ടെ എന്നാണോ എനിക്കറിയില്ല. എത്രയോ സംഘടനകളുണ്ട്. ഇപ്പോൾ അമ്മ, മാഗ്ഡ, ഹഫ്ക, അങ്ങനെ പല സംഘടനകളുണ്ട്. ആരും മൈൻഡ് ചെയ്യാറില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഈ 45 വർഷം ഇക്കണം ജോലി ചെയ്ത് ഉള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഡബ് ചെയ്ത് ഉള്ള ഡയറക്ടേഴ്സ്, ടോപ്പ് ഡയറക്ടേഴ്സിൻ്റെ കൂടെ എല്ലാം ഞാൻ ഡബ് ചെയ്ത് കഴിഞ്ഞു. അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പടങ്ങൾ മാത്രം ചെയ്തിട്ടില്ല, ബാക്കി എല്ലാവരുടെ പടങ്ങളും ചെയ്തു. സകലരുടെ പടങ്ങളും ചെയ്തു. അന്നൊരു പേരുണ്ടായിരുന്നു, എല്ലാം ചെയ്തിട്ടും ഇന്ന് ശരിക്കും പറഞ്ഞ ഒരു അവശകലാകാരനാണ്. അങ്ങനെയാണല്ലോ ഗാന്ധി ഭവനിലെത്തുന്നത്. ഇപ്പോൾ സോമനാഥ് സാറിൻ്റെ സഹായമില്ലായിരുന്നുവെങ്കിൽ അതുമില്ല, ആലോചിക്കണം. അത് ഒത്തിരി ഉണ്ട് പറയാനായിട്ട് ഇതേ ഉള്ളൂ. ആരുടെ പക്ഷത്തുനിന്നും ഒരു സഹായവും ഇന്നുവരെ കിട്ടിയിട്ടില്ല. അത് പ്രതീക്ഷിക്കുന്നുണ്ട്, അതുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അറിയാം. ഇപ്പം മോഹൻലാലിനോ മമ്മൂക്കായ്ക്കോ ഒക്കെ പേഴ്സണലി നല്ല പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അവരാരെങ്കിലും ഇതിൽ തലയിട്ട് എന്തെങ്കിലും ചെയ്യുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. മനസ്സിലായില്ലേ? എല്ലാവരും കൂടെ തഴയുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഗായകൻ ജി വേണുഗോപാൽ, പുള്ളി കാര്യമായിട്ട് സഹായിച്ചു. അതെനിക്ക് പുള്ളിയുടെ നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. എനിക്ക് അമ്മയ്ക്കൊരു കത്തയക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ സംഘടന ഇലക്ഷനൊക്കെ മാറിയത്. അല്ലെങ്കിൽ ഞാനൊരു വിശദമായിട്ട് കത്തയക്കാം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പുതിയ ഭരണസമിതി വരുമ്പം എഴുതി നോക്കും, എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കാം. എനിക്ക് ഈ ഡബ്ബിംഗ് പടങ്ങളുടെ കാര്യം പറഞ്ഞില്ലേ, ഈ തെലുങ്ക് ടു മലയാളം, തമിഴ് ടു മലയാളം, അങ്ങനെ കിട്ടിയാലും മതി, ജീവിക്കാൻ അത് മതി. അല്ലാതെ വേണ്ട മാസം ഒരു എമൗണ്ട്. ഇപ്പോൾ അമ്മ മാസം എത്രയാണെന്ന് എനിക്കത് 5000 എന്താണ് കൊടുക്കുന്നത് ആർട്ടിസ്റ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം, അല്ലേ? ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഇതായിട്ട് കണക്കാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ 45 വർഷത്തോളം ചെന്നൈയിലായിരുന്നു. വൈഫും ഡബിങ് ആർട്ടിസ്റ്റാണ്. അവള് മോനിഷയുടെ പടങ്ങളൊക്കെ അവളാണ് ചെയ്തിരിക്കുന്നത്. ഉർവശി ഒരു ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെട്ടി നിങ്ങളുടെയല്ലേ? ഇവിടെ വെച്ചാൽ കണ്ടവരെടുത്തോണ്ട് പോകും. ഓടി അറയ്ക്കകത്തോട്ട് അറിയാതെ കയറിപ്പോയി. അച്ഛനോടുള്ള വാശിക്ക് മുമ്പ് രഹസ്യ പാട്ട് പഠിച്ചിട്ടില്ലേ? വേണ്ട മഹേട്ട, എല്ലാം കൊണ്ട് ഇതിനേക്കാൾ ചേർന്ന ഒരു കുട്ടിയെ. ഡബിങ് മേഖലയിലുള്ളവർ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, കുറച്ച് പേര്. അവർ വിളിക്കും, സംസാരിക്കും, കാര്യങ്ങൾ പറയുന്നല്ലാതെ. എൻ്റെ കുടുംബം, എൻ്റെ അമ്മയാണ് TP രാധാമണി, ആകാശവാണി. അച്ഛൻ P ഗംഗാധരൻ നായർ, ആകാശവാണിയിലെ എഡിറ്ററായിരുന്നു. അച്ഛൻ അഭിനയിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ മുഖാമുഖം അതിലെ മെയിൻ അച്ഛനായിരുന്നു. എൻ്റെ തൊട്ട താഴെയുള്ള ആൾ കണ്ണൻ, ദൂരദർശനിലാണ്. പല പടങ്ങളും ഡബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയുള്ള ആൾ, അതിൻ്റെ താഴെ പെങ്ങളാണ്. ഒക്കെ ഡബിങ്ങോട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ ഒരു അനിയനുള്ളത് നന്ദകുമാർ,
പപ്പേട്ടൻ്റെ ഞാൻ ഗന്ധർവനിലെ ഗന്ധർവൻ്റെ വോയിസ് അങ്ങനെ തുടങ്ങി ഒത്തിരി പടങ്ങൾ അവൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡബ്ബിങ് കുടുംബമായിരുന്നു. അമ്മയിൽ നിന്ന് കിട്ടിയ കഴിവാണ് ആ പടം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ഡബ്ബിങ് കാണാൻ പോകുന്നു അമ്മയുടെ കൂടെ മെർലാൻഡ് സ്റ്റുഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ അമ്മ ഡബ് ചെയ്യുമ്പോൾ നോക്കിയിരിക്കും. അങ്ങനെയാണ് കുറേ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന ഒരാൾ. അദ്ദേഹം എങ്ങനെ ഗാന്ധി ഭവനിലെത്തി? അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന്. ഗാന്ധി ഭവനിൽ ഞാൻ വന്നിട്ട് 8 വർഷങ്ങളാവും. സോമനാഥൻ സാറിൻ്റെ അടുത്തുള്ള അതുകൊണ്ടാണ് ഇവിടെ വന്നതും ഇപ്പം നിൽക്കുന്നതും എല്ലാം. സാറിന് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. പ്രത്യേകിച്ചും കലാകാരന്മാരുടെ അടുത്ത് സാറിന് അങ്ങനെയാണത്. അറിയാമല്ലോ, TP മാധവൻ ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഗാന്ധി ഭവനിലേക്ക് വരാനുള്ള കാരണം, ചെന്നൈയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഞാനും അമ്മയായിട്ട് ഭയങ്കര ക്ലോസ് ആണ്. അമ്മ എൻ്റെ അടുത്ത് ഭയങ്കര ഇതാണ്. അങ്ങനെ അമ്മ ആരാധറിയാമോ ഇല്ലല്ലേ, TP രാധാമണി, ആകാശവാണി. അമ്മ മരിക്കുന്നു ഓഗസ്റ്റിൽ 2018 ഓഗസ്റ്റ് 2-ാം തീയതി. അതിനുശേഷം എനിക്ക് തിരുവനന്തപുരത്ത് നിൽക്കുന്നതിനോട് യാതൊരു യോജിപ്പുമില്ല. അതിൻ്റെ അടുത്ത മാസം എൻ്റെ വൈഫ് മരിച്ചു, അമ്പിളി, അറിയാമല്ലോ, ഡബ്ബിങ് ആർട്ടിസ്റ്റ്. ഇതെല്ലാം കൂടെ ആയപ്പോൾ പിന്നെ അവിടെ നിൽക്കണമെന്നുള്ള ഇതില്ല. അങ്ങനെയാണ് സോമരാജ് സാറിൻ്റെ അടുത്ത് വന്ന് ഇവിടെ സറണ്ടർ ആവുന്നത്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ ഗാന്ധി ഭവനിലേക്ക് വരുന്നത്. 2 പെൺകുട്ടികളാണ് എനിക്ക്. ഒരാൾ മൂത്തയാൾ SBIയിൽ വർക്ക് ചെയ്യുന്നു, രണ്ടാമത്തെ ആൾ ICICIയിൽ. 2 പേരും ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഗാന്ധി ഭവനിലേക്ക് വരുന്നത്. പിന്നെ അവർ കൂടെ വന്നിരുന്നു, അത് വേറെ കാര്യം, അതാണ് സത്യം. പക്ഷേ ഞാൻ ഇവിടെ തന്നെ നമ്മുടെ ഇവിടെ പ്രോഗ്രാംസിനായിട്ട് ഒത്തിരി പേരെ കൊണ്ടുവന്നു. നമ്മുടെ കൃഷ്ണേന്ദ്രൻ, വേണുഗോപാൽ, ചന്ദ്രകുമാർ, സുരേഷ് ബാബു, ദേവൻ, ഇങ്ങനെയുള്ള കുറേ പേരെ ഞാൻ പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കാനായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കാറും കാണാറൊന്നുമില്ല. ചന്ദ്രമോഹൻ എന്ന കലാകാരനെ കുറിച്ച് ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന് പറയാനുണ്ട്. സിനിമാ രംഗത്ത് നിന്നും ചന്ദ്രമോഹൻ സാറ് ഗാന്ധി ഭവനിൽ എത്തിയിട്ട് ഏതാണ്ട് 8.5 വർഷത്തോളമാകുന്നു. അദ്ദേഹം വരുമ്പോൾ കുറച്ച് ക്ഷീണിതനായിരുന്നു, കുറച്ചല്ല, നല്ല ക്ഷീണിതനായിരുന്നു. ഹാർട്ടിൻ്റെ സർജറിയൊക്കെ ചെയ്താണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അദ്ദേഹം വരുന്നതിന് മുമ്പായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രീമതി ഭാഗ്യലക്ഷ്മി വിളിച്ചിരുന്നു. ഇങ്ങനെ എനിക്ക് പ്രിയപ്പെട്ട ഒരാളുണ്ട്, അവിടെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിന് പ്രകാരം അദ്ദേഹം ഇവിടെ എത്തി. പ്രയാസവും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു, കുറേ നാൾ റെസ്റ്റ് എടുത്ത്. പിന്നീട് ഇവിടുത്തെ പൊതുവായ കാര്യങ്ങളിലൊക്കെ അദ്ദേഹം ബന്ധപ്പെട്ടു തുടങ്ങി. ഗാന്ധി ഭവനിൽ ലോകത്തൊരിടത്തും ഇല്ലാത്തൊരു പദ്ധതിയുണ്ട്, ഒരു പഞ്ചായത്ത്. ഏതാണ്ട് 1000 വരുന്നൊരു വലിയ ജനസംഖ്യ ഇവിടെ ഉണ്ട്. ആ കൂട്ടത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പഞ്ചായത്ത്, സ്നേഹഗ്രാമം പഞ്ചായത്ത് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. 9 വാർഡുകൾ. ആ 9 വാർഡുകളിൽ ഓരോ വർഷവും സെപ്റ്റംബറിൽ മത്സരം നടക്കും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ പുതിയ ഭരണസമിതിയേക്കും. ആ ഭരണസമിതിയിലേക്ക് ആ തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ആകർഷണമായിട്ട് മത്സരിക്കുകയുണ്ടായി. മത്സരിച്ച് എല്ലാ തവണയും ജയിച്ച് പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയി മാറി. ഇവിടെ അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ്. ആ പഞ്ചായത്തിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ താമസിക്കുന്നവരെ എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക, ഇവിടുത്തെ ആഹാരത്തിൻ്റെ, ശുചിത്വത്തിൻ്റെ, അച്ചടക്കത്തിൻ്റെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് ഇവിടുത്തെ താമസക്കാർക്ക് സന്തോഷവും സൗഖ്യവും ലഭ്യമാക്കുക എന്നുള്ളത്. അതോടൊപ്പം കലാ സാംസ്കാരിക കാര്യങ്ങൾ അത് അദ്ദേഹം നല്ലതുപോലെ നിർവഹിക്കുന്നുണ്ട്. അദ്ദേഹം ഇവിടെ എത്തിയതിന് ശേഷവും ചില സിനിമകൾക്ക് സീരിയലിനൊക്കെ ഡബ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിന് അതിനാഗ്രഹമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിന് സാധ്യമാകും എന്നൊരവസ്ഥയിലാണ് ഇവിടെ ഉള്ളത്. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബമായിട്ട് പൂർവ്വ ബന്ധമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് തിരുവനന്തപുരം ആകാശവാണിയുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അതിലെ ബാലജനസഖ്യം, ബാലലോകം പരിപാടി, അതിനൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആവുകയും അന്ന് റേഡിയോ മാവനായിരുന്ന ശ്രീ P. ഗംഗാധരൻ നായർ സാറ് അതിൻ്റെ രക്ഷാധികാരിയുമായി പ്രവർത്തിച്ചിരുന്നു. ആ P. ഗംഗാധരൻ നായർ സാറിൻ്റെ പിതൃത്വമാണ് ഇദ്ദേഹത്തിനുള്ളത്. അതുപോലെ TP രാധാമണി ചേച്ചി റേഡിയോ നാടകങ്ങളിൽ 100 കണക്കിന് കഥാപാത്രങ്ങളെ അനുസ്മരണീയമാക്കിയ മഹത്വമാണ് TP രാധാമണി ചേച്ചി. ആ ചേച്ചിയുടെയും മകൻ. ആ കുടുംബമായിട്ട് എനിക്ക് അക്കാലത്ത് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നീട് ഈ ശ്രീ ചന്ദ്രമോഹൻ ഇവിടെ എത്തിയപ്പോൾ
എനിക്ക് അദ്ദേഹം ഒരു സഹോദരനായി തന്നെ മാറി. നല്ല പെരുമാറ്റവും സ്നേഹവും കൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ കഴിവുള്ള വ്യക്തിത്വമാണ് അദ്ദേഹം. ഇതാണ് എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ നിറയുന്ന കാര്യങ്ങൾ. ഗാന്ധി ഭവനിൽ ചന്ദ്രമോഹൻ സുരക്ഷിതനായിരിക്കാം, പക്ഷേ മലയാള സിനിമയ്ക്ക് അദ്ദേഹത്തോട് ഒരു വലിയ കടപ്പാടുണ്ട്. അതവർ നിറവേറ്റുക തന്നെ ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയോടെ അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെയും സ്റ്റോറി സലാം.